പഠിക്കാനുള്ള ശരിയായ സമയം ഏതാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? രാവിലെയോ രാത്രിയോ അതോ വൈകുന്നേരമോ? സത്യത്തിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ ആവശ്യമുള്ള കാര്യത്തിന് ഒരു മാജിക്കലായിട്ടുള്ള ടൈം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന കുറച്ച് സമയങ്ങളുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് കുറച്ച് സമയം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഫോളോ ചെയ്യുകയാണെങ്കിൽ കാരണം ഇതിൽ റിസൾട്ട് നിങ്ങളുടെ സ്റ്റഡീസിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് രാവിലെ 4 മണി മുതൽ രാവിലെ 7 മണി വരെയുള്ള സമയം. ഈ സമയത്ത് നമുക്ക് ഗോൾഡൻ ഹവേഴ്സ് എന്ന് വിളിക്കാം. അതായത് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സമയത്ത് എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റുപാട് നമ്മളുടെ സറൗണ്ടിങ്സിൽ ഏറ്റവും കൂടുതൽ സൈലൻസ് ഉള്ള സമയമാണ്. നമ്മളുടെ മൈൻഡ് ഡിസ്ട്രാക്ഷനുള്ള ഒരു സംഭവം പോലും ആ സമയത്ത് ഉണ്ടാവില്ല. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓർമ്മിക്കാനും ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് രാവിലെ 4 മണി മുതൽ 7 മണി വരെയാണെന്നാണ്. ഇനി ഇപ്പം എല്ലാവർക്കും 4 മണിക്ക് എഴുന്നേക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് 5 മണിക്കോ 6 മണിക്കോ എണീക്കാം. 7 മണിക്കുള്ളിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും നമ്മളെ സ്റ്റഡീസ് എന്നുള്ളതാണ്. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠനത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചിലവരുടെ മൈൻഡ് ഡിഫറെൻ്റ് ആയിരിക്കും ചില സമയത്ത്. അതായത് ചിലർക്ക് ഒരു ദിവസം രാവിലെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ചിലർക്ക് രാത്രി ആയിരിക്കാം, അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളനുസരിച്ച് മാറാം. ചിലർക്ക് രാവിലെ പഠിച്ചാൽ കയറുന്നവരുണ്ട്, രാത്രി പഠിച്ചാൽ കയറുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചോളം അവർ കൃത്യമായിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് വരുത്താം. എങ്കിൽ പോലും ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സമയം തന്നെയാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ 1 മണിക്കൂർ നമ്മൾ പഠിക്കാമെന്ന് പറയുമ്പോൾ രാവിലെ 4 മണി മുതൽ 5 മണി വരെ. പിറ്റേ ദിവസം നമ്മൾ ഓരോ മണിക്കൂർ വീതം കൂട്ടി വരാം. നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 മണി മുതൽ 7 മണി വരെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും പല കാര്യങ്ങളിലും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സമയം കണ്ടെത്താന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സമയം നമുക്ക് അനുയോജ്യമായ രീതിയിൽ ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ചൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കംഫേർട്ട് എന്താണോ അതാണ് നോക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ ഒരു ടൈം ടേബിൾ കോപ്പി പിടിച്ചിട്ട് കാര്യമില്ല. അതായത് നമ്മളും അവരും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ സമയം പറഞ്ഞു വെച്ചിട്ട് നിങ്ങളത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് പറ്റിക്കോളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ ഓപ്ഷനും പറഞ്ഞത്. നമുക്ക് വ്യത്യസ്തമായ സമയങ്ങൾ പഠിക്കാമെന്നുള്ളത് അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് അനുസരിച്ച് മാറ്റം വരുത്താമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അത് ഓർത്തെടുക്കേണ്ട യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. രാത്രി പഠിച്ചിട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കാം. മൈൻഡ് ഏറ്റവും കൊണ്ട് ഫ്രഷ് ആവുന്ന ടൈമാണ് ഈ പുലർച്ചെ നേരങ്ങളിലൊക്കെ 4 മണി മുതൽ 7 മണി വരെയുള്ള സമയങ്ങളിലൊക്കെ. ആ സമയങ്ങളിൽ നമ്മളുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ആ സമയത്ത് നമ്മൾ ഒരു റിവിഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് വർദ്ധിക്കുമെന്നുള്ളതാണ്. മറ്റേ സമയത്തിനെ കാട്ടി വളരെ ഗുണപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റീവായിരിക്കാൻ പറ്റുന്ന സമയമാണ്. ഓക്കെ, the best time to study is a time when you than focus the most. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്ര നിങ്ങൾ തന്നെ ആരംഭിക്കുക. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അതിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.